വെൽക്കം ബാക്ക് ടു നാസിനൻസ് ഫാമിലി. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വ്ളോഗിൽ നമ്മൾ ഐക്യയിലുള്ള കംപ്ലീറ്റ് ആയിട്ട് പ്രീസെറ്റ് ഡിസൈൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്കത് ഷോപ്പ് ചെയ്യുന്ന മാർക്കറ്റ് ഏരിയയിലാണ് കേട്ടോ പോകേണ്ടത്. നമ്മൾ മാർക്കറ്റ് പ്ലേസിലോട്ട് പോകണം, അതിന് മുന്നേ ഫുഡ് കഴിക്കണം. അതെ, ഇതാണ് കേട്ടോ ഫുഡ് കഴിക്കുന്ന ഏരിയ. അപ്പോൾ നമ്മളിനി ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഐക്യയിലുള്ള ഫുഡ് ഓപ്ഷൻസ് എന്താണെന്നുള്ള നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, കഴിക്കുന്നതാണ്, നമ്മൾ കഴിച്ചിട്ടാണ്. വേറെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ നോക്കാം. ഇവിടെയുള്ള ഫുഡ് ഓപ്ഷൻസ് ഒക്കെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ ചെയ്തിട്ടുണ്ടാവും കേട്ടോ, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം നമുക്ക് വേണ്ടതനുസരിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഓർഡർ ചെയ്താൽ മതി. ഇവിടെ വെജും നോൺ വെജും എല്ലാം തന്നെ കിട്ടും കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ഇതേപോലെ ഒരു ട്രോളിയൊക്കെ എടുത്ത് ട്രേ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇതിലാണ് കേട്ടോ നമ്മൾ അവിടെ പോയിട്ട് എടുക്കേണ്ടത്. നമ്മൾ ഓർഡർ ചെയ്ത പ്ലേസിൽ പോയിട്ട് ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ 90 റുപ്പീസ് എഴുതിയിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ ഒരു കപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോട്ട് ബിവറേജ് എന്നും അൺലിമിറ്റഡ് ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു കപ്പ് എടുത്താൽ മതി. അതേപോലെ കോൾഡ് ബിവറേജസിനും ഇതേപോലെ തന്നെ ഒരു ഗ്ലാസ് എടുത്താൽ മതി കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത് അൺലിമിറ്റഡ് ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഡെസേർട്ടിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഒരുപാട് നല്ല വെറൈറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് വരുമ്പം കഴിക്കുന്ന ഒരു ഡെസേർട്ട് ഉണ്ട് കേട്ടോ. അതാണ് എടുത്തിട്ടുള്ളത്. ഒരു ചീസ് കേക്കാണ് കേട്ടോ അത്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു റോസ്റ്റഡ് ചിക്കൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഇതേപോലെ മീറ്റ് ബോളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ റൈസ് കാര്യങ്ങളൊക്കെ കേട്ടോ. കിഡ്സ് മീലാണല്ലേ? ആമിക്ക് ഫുഡില്ല. ഓക്കെ, അടിപൊളി ചിക്കൻ. എനിക്ക് എവിടെ വല്ല ചോറ് വേണം, അതുകൊണ്ട്. ഓക്കെ, ഇനി നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതല്ലാതെ കുറേ വേറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ബ്ലൂബെറി മഫിന് അങ്ങനെ ഇതാ ഇഷ്ടം പോലെ വേറെയും വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മൾ ബില്ല് ചെയ്യാണ് കേട്ടോ അവിടുന്ന്. എന്താ ചോക്ലേറ്റ്. നമുക്ക് വേണ്ട ഫോർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ. നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഇതൊക്കെ കേട്ടോ. ഹോട്ട് ആയിട്ടുള്ള ഇത്രയും ഓപ്ഷൻസ് നമുക്ക് എത്ര വേണേലും റീഫിൽ ചെയ്യാം ഫ്രീ ആയിട്ട്. ഒരു മഗ്ഗിന്റെ പൈസ അവർ ചാർജ്. ക്യാപ്പച്ചിനോ, ഹോട്ട് വാട്ടർ, ഹോട്ട് മിൽക്ക് ഉണ്ട്, എക്സ്പ്രസ്സും ഉണ്ട്, എല്ലാം ഉണ്ട്, അമേരിക്കാനോ. അപ്പോൾ നമുക്ക് എന്ത് വേണേലും ഇവിടുന്ന് അൺലിമിറ്റഡ് ആയിട്ട്. ക്യാപ്പച്ചിനോ ഇല്ല, അപ്പോൾ ഉള്ളത് എന്താണോ അത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എടുക്കാം കേട്ടോ. ആമി എന്താണ് എടുക്കുന്നത്? ആമി നിനക്ക് ഇഷ്ടമുള്ള ഏതാണോ? നീ പിയർ കഴിക്കോ റാസ്ബെറി കഴിക്കോ? ആ, എന്നാ നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ. ഓക്കെ, ക്യാപ്പച്ചീനോ സെറ്റായി. ആ, നമുക്ക് ഷുഗറൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഓപ്ഷൻ ബ്രൗൺ ഷുഗറും എല്ലാം ഉണ്ട്. എടുത്തുള്ള സാധനം പാളി പോയിട്ടുണ്ട്. ടേസ്റ്റ് ഇല്ല. ഷുഗർ ഇടാൻ വേണ്ടി പോവാണ്. ഇഷ്ടപ്പെട്ടോ അമ്മി? പാപ്പന് ഇഷ്ടമായോ?
നല്ലയാണോ? പൊടി. ഞാൻ റൈസും ഇത് ചിക്കൻ്റെ ഇത് ഈ പീസാട്ടോ പറഞ്ഞിട്ടുള്ളത്. നല്ല അടിപൊളിയാണ്. ചിക്കൻ ബ്രസ്റ്റ് സൂപ്പറാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. സ്പൈസി ഒന്നുമല്ല. ആമ എന്താ ഉണ്ടായപ്പോൾ? ഞാൻ റാസ്ബെറിനെ എടുത്തത് ഞാൻ വിചാരിച്ചത് നല്ല ജ്യൂസാണ്. അതൊരു സോഡയാണ്, വെറും ഫ്ലേവർ മാത്രമല്ല, ഷുഗർ ഫ്രീ ആയിട്ടുള്ളത്. കുടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതായത് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണേൽ റീഫിൽ ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യണം, അത് ടേസ്റ്റൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നതാണോ എന്ന് ആദ്യം അറിയണം. ആമി പോയിട്ട് ആദ്യം ഇത് ഫുൾ എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഫുൾ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത് കളയാനുള്ള ഓപ്ഷനൊന്നും ഇവിടെ ഇല്ല. എല്ലാം കഴിച്ചോ? കഴിച്ചോ വെജീസൊക്കെ നല്ല കഴിക്കും. അപ്പം നാസ്തി ഏകദേശം കഴിച്ചു കഴിയാനായിട്ടോ. കേക്ക് നമ്മൾ തൊട്ടിട്ടില്ല. എൻ്റെ ഫുഡ് ഇത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന. എനിക്ക് കുറച്ച് റൈസ് കഴിക്കണം ഉച്ചയ്ക്ക്. എന്തായാലും വിശപ്പ്. ഇതിനൊരു മധുരമൊക്കെ ഉണ്ട് അല്ലേ? ആദ്യം എടുത്തതിന് ആമി എടുത്തതിന് മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. ആമയാകെ പെട്ടുപോയി. അവസാനം ഞങ്ങൾ പോയിട്ടപ്പോൾ മാറ്റിയതല്ലേ. അപ്പം എല്ലാവരും അത് റീഫിൽ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നതല്ലായിരിക്കും. ഇത് നല്ല ടേസ്റ്റുള്ള സാധനം അല്ലേ? ഞാൻ കഴിച്ചിട്ടില്ല. എൻ്റെ ഡെസേർട്ട് വെക്കണം കേട്ടോ നിങ്ങൾ രണ്ടുപേരും. ഓക്കെ. മീറ്റ് ബോൾ പോലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഐറ്റമാണ് ഇവർക്ക് ചീസ് കേക്ക്. നല്ല അടിപൊളിയാണ്. ആ ഫേമസ് ആയിട്ടുള്ള തന്നെയാണ് കേട്ടോ ഇവരും കഴിച്ചിട്ടുള്ള മീറ്റ് ബോൾ. നെക്സ്റ്റ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞു കേട്ടോ. നമ്മൾ തന്നെ സെൽഫ് സർവീസ് ആണ്. നമ്മൾ തന്നെ അവിടെ ഈ പ്രൈസ് എല്ലാം കൊണ്ടുവെക്കണം, തിരിച്ച് റീഫിൽ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഇതേപോലെ എല്ലാം ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ എടുക്കാൻ വേറെ ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ ഭയങ്കര കോൾഡ്, ഭയങ്കര തണുപ്പായിട്ടുള്ള അവിടെ. മേക്ക് യുവർ ഓൺ മെമ്മറീസ്. അപ്പോൾ നമുക്കിനി ഈ വാശേരിയിൽ പോയിട്ടൊന്ന് എല്ലാവരും ഒന്ന് ഫ്രഷ് ആവുക. ഫസ്റ്റ് പാപ്പുനെ കൊണ്ടുവന്ന സമയത്ത് നമ്മളിവിടെ പോയിട്ടുണ്ട് അല്ലേ പാപ്പു? പാപ്പു അന്ന് ആമി ഫോട്ടോ ഒക്കെ എടുത്ത സമയത്ത്. അതെ അതെ. ബാ പാപ്പു കമോൺ ബാ, ഫ്രഷ് ആവാം. നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ഫുഡ് കോർട്ട് അല്ലേ? 750 എബോവിൻ്റെ അടുത്തോളം ബില്ല് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫീസ് കൂപ്പൺ കിട്ടും. അപ്പോൾ ഇതിൽ നമുക്കുള്ള ഒരു ഫ്രീ സോഫ്റ്റ് ഐസ് ആണ്. നമുക്ക് ലാസ്റ്റ് ബില്ല് പർച്ചേസ് ചെയ്യാൻ പറ്റും. മേടിക്കാം. ഓ അടിപൊളി. ഇനി നമ്മൾ നേരെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ഹാളിലേക്ക് പോവാണ് കേട്ടോ. എവിടെ നിന്നാണ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടത്. മാർക്കറ്റ് ഹാളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ ഡെമോയിലും എല്ലാം കണ്ടു വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ ഏതൊക്കെയാണ് വേണ്ടതെന്ന്. പിന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അതിൻ്റെ മേലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു കോഡൊക്കെ വെച്ചിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാം. ഇത് നല്ല ജാറുകളാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പൊട്ടുന്ന ടൈപ്പാട്ടോ. പിന്നെ നമുക്ക് ഓർഗനൈസറൊക്കെ വേണ്ടിയിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ കിഡ്സിൻ്റെതും ഉണ്ട്, അതേപോലെ നമുക്ക് നമ്മളെ കബോർഡിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ടൈപ്പുള്ളതുണ്ട് കേട്ടോ. ഓപ്പൺ ആയിട്ടുള്ളതും ഉണ്ട്, അതേപോലെ ഇങ്ങനെ മേലെ കവർ ചെയ്ത് നിൽക്കുന്ന ടൈപ്പും ഉണ്ട് കേട്ടോ. എല്ലാ സൈസിലും ഉണ്ട്. ഷോപ്പിംഗ് ബോർഡാണ് കേട്ടോ അത്. നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, അത് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ഇതും ഷോപ്പിംഗ് ബോർഡാണ് കേട്ടോ, വേറെ കളറിലൊക്കെ ഉള്ളതാണ് അല്ലേ.
നല്ല വേറെ കളർഫുൾ ആയിട്ടുണ്ട്. നല്ല റേറ്റും ഉണ്ട്, വെയിറ്റും ഉണ്ട്, റേറ്റും ഉണ്ട്. അതെ, ഇത് മൊത്തം പാനാണ് കേട്ടോ, ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കണേ. ഏതാടാ 2 വരുന്നത് കട്ട് ചെയ്യുന്നത്. ഓ, ഇതൊക്കെ നല്ലതല്ലേ? ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, റേറ്റും ഉണ്ട്. പക്ഷെ ഇത് ഓയിലിൻ്റെ ഒക്കെ ട്രേ, ഇതാണ് ട്രേ അല്ല, ഓയിലിൻ്റെ ബോട്ടിലുകൾ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഇതൊന്ന് നോക്കാം. ഇത് നമ്മൾ വല്ല ചൂടായിട്ടുള്ള പാത്രമൊക്കെ വെക്കാൻ വേണ്ടി, ഓ ഹോട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടയാളം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഫ്രിഡ്ജിലേക്കുള്ള ഓർഗനൈസ് ചെയ്ത് എന്നിട്ട് ഇങ്ങനെ എടുക്കും. ഓക്കെ ഓക്കെ. റേറ്റ് ഇത് നോക്കിക്കോ അല്ലേ. ഇത് നമ്മൾ ടേബിളിൽ വെക്കുന്നേ അല്ലേ, ഫുഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. കേക്കൊക്കെ ചെയ്താലോ ചെയ്യാം, അതിനൊക്കെ പറ്റും. ഇവിടെ കുറേ നല്ല പ്ലേറ്റ് കളക്ഷൻസ് ഒക്കെയാണ് കേട്ടോ. സെർവിങ് ബോളാ, കറി വിളമ്പാൻ ഇങ്ങനത്തെ ഇത്രയും വലുതെടുക്കണം. നോക്കാം. ഇനി കുറച്ച് നല്ല പ്ലെയിൻ പ്ലേറ്റുകളാണ് കേട്ടോ ഞങ്ങൾ നോക്കുന്നത്. ആണല്ലേ, നല്ല വേറെ മോൺ. പക്ഷെ രസമുണ്ട് അല്ലേ, എടുത്തോ നമുക്ക് ഇവർക്ക്. പാപ്പ കണ്ടോ? അത് വാങ്ങിക്കാം. പാപ്പ അതിൽ കൊണ്ടുവെക്ക്. ഐസ് ഉണ്ടാക്കാം. ഇതാണ് ജ്യൂസിന്റെ ഗ്ലാസ്സുകൾ. നമുക്ക് ജ്യൂസിന്റെ ഗ്ലാസ് ഉണ്ട്. പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നല്ല രസമല്ല, വലിയ ഗ്ലാസ്സുകളാണ്. പക്ഷെ ഇതിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട്. ഇത് പിന്നെ അല്ലാതെ ചായ കുടിക്കുന്നു. ഇത് ഗ്ലാസ് ജാറുകളുണ്ട് കേട്ടോ, ജ്യൂസ് ഒഴിച്ച് വെക്കാൻ പറ്റുന്ന. ഇത് നല്ല ഗ്ലാസ്സാണ്. ഓ, ചൈനക്കാരൻ്റെ പേരാ അല്ലേ, അത് നിനക്കറിയാം. ഇത് നല്ല വലിയ ബോട്ടിലാണ് ലേന. ഇങ്ങനത്തെ ഒന്നും എടുക്കണോ? ഇങ്ങനത്തെ ഒന്നും എടുത്താൽ കുറേ വെള്ളം വെക്കണമെങ്കിൽ എന്നിട്ട് എല്ലാം മാറ്റിയാൽ മതിയോ? ഇത് ഫ്രിഡ്ജിൽ വെള്ളമൊക്കെ വെക്കുന്ന കേട്ടോ, നല്ല ബോട്ടിലോ. ഓ നല്ല. അപ്പം ഇതൊന്നും എടുക്കാം. എടുത്തോ. ഇതിനി ആമീൻ്റെ ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഇങ്ങനെ ഫ്രെയിം വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. അപ്പോൾ അവൾ ഡ്രോ ചെയ്തിട്ട് പിക്ചറൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രെയിമൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചു. ഇനി ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ, ഇതേപോലത്തെ പോട്ടിൻ്റെ. നല്ല അടിപൊളി കളക്ഷനാണ്. എന്താ പറയുക, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോ പോട്ടും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ എല്ലാത്തിനും. അപ്പോൾ അതാ നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ബില്ലിങ്ങിലാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഫുഡിന്റെ കൂടെ ഫ്രീ കിട്ടിയ അത് വെച്ചിട്ട് വാങ്ങി.
അത് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയതാ. ഓ ശരി. ഞാൻ ഒറ്റയ്ക്ക് കഴിക്കണ്ടേ? അപ്പോൾ നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫുഡ് കോർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു കൂപ്പൺ അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഐസ്ക്രീമൊക്കെ വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ പോകണം. ബൈ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. ഫുഡ് കോർട്ടും അതേപോലെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.